ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു യെരൂശലേം ദൈവാലയത്തിൽ യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാളിൻ്റെ അവസാന ദിവസമായ 8-ാം ദിവസം നിന്നുകൊണ്ട് ജനത്തോട് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. ഇത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു കർത്താവ് പറഞ്ഞത്. അന്ന് എത്ര പേർക്കത് മനസ്സിലായി എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് എത്ര പേർക്കത് മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ. ചടങ്ങുകളും ആചരണങ്ങളുമായി അതിന് സംതൃപ്തരായി ജീവിക്കുന്ന സമൂഹത്തിന് ഇത് മനസ്സിലാവുമോ? ഇത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ കഴിയുമോ? കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു യഹൂദന്മാരോട് ഇപ്രകാരം പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. സ്തോത്രം. ആ ജനത്തിന് അഭിമാനകരമായി പറയാൻ പലതുമുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിലൂടെ ഞങ്ങൾ നടന്നപ്പോൾ ഞങ്ങൾക്ക് മരുഭൂമിയിൽ മന്നാറ് സ്വർഗത്തിലെ ദൈവമാണ്, ഞങ്ങൾക്ക് അപ്പം തന്നത് ദൈവമാണ്. എന്നാൽ ഇവിടെ ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും ദാഹിക്കുമില്ല. ഞാനാണ് ജീവൻ്റെ അപ്പം. പിടികെട്ടത്തില്ല. ഇത് പ്രാകൃത മനുഷ്യനോ ജഡീക മനുഷ്യനോ മനസ്സിലാകുന്നതല്ല. എന്താണ് ഈ കർത്താവ് പറയുന്നത്? ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, 100% സത്യമായ പ്രസ്താവന. ജീവൻ്റെ അപ്പമായ കർത്താവായ യേശുക്രിസ്തുവിനെ ആരെല്ലാം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നുവോ അവന് പാപത്തിന് വേണ്ടിയുള്ള വിശപ്പുണ്ടാവുകയില്ല, പാപത്തിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടാവുകയില്ല. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. പാപത്തിന് മേൽ ജയം കെട്ടുകയാണ്, എന്നേക്കുമായ ജയം കെട്ടുകയാണ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അത് അപ്പോസ്തലനായ പൗലോസ് പറയും. പ്രിയപ്പെട്ടവർ, നമ്മളെക്കാൾ ഒട്ടും ഭേദമായിരുന്നല്ലോ അപ്പോസ്തലനായ പൗലോസ് ശൗലായിരുന്ന കാലത്ത്. നിങ്ങൾക്കറിയാം, മതഭ്രാന്തനായിരുന്നു. യഹൂദ മതം ഒരു മതമേ ഉള്ളൂ. യഹോവയായ ദൈവത്തിന് ഒരു മതമേ ഉള്ളത് യഹൂദ മതമാണ്. അതിനെതിരെ ആരെല്ലാം ശബ്ദം ഉയർത്തിയാലും അവരെ കൊല്ലുക, തടവിലാക്കുക, ഉപദ്രവിക്കുക, പിടിച്ചു കെട്ടുക, പീഡിപ്പിക്കുക. ഇതല്ലാതെ ശൗലിന് വേറെ ചിന്തയൊന്നുമില്ല. അങ്ങനെ ഓടി നടന്നതല്ലേ. സ്തോത്രം. യെരൂശലേമിലെ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും വാങ്ങി കുതിരപ്പുറത്ത് 140 മൈൽ ദൂരം ദമസ്കോസിലേക്ക് യാത്ര ചെയ്ത് വരുമ്പോൾ ദമസ്കോസിൻ്റെ പടിവാതിലൊക്കെ വെച്ച് കർത്താവ് യേശുക്രിസ്തുവിനെ അഭിമുഖീകരിച്ചു. അതേ കർത്താവ് ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും അഭിമുഖീകരിക്കുകയാണ്. ദൈവശബ്ദമെന്ന് ശൗല് കേട്ടു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ഞാൻ ദൈവത്തിന് വേണ്ടി പോരാടുകയാണ്, ഞാൻ യഹൂദ സഭയ്ക്ക് വേണ്ടി അടരാടുകയാണ്, ഞാൻ എൻ്റെ യൗവനശക്തി മുഴുവൻ ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ശൗല് അന്ന് ദൈവശബ്ദം കേട്ടു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അന്ന് ശൗല് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, കർത്താവേ, നീ ആര്? സ്തോത്രം. എന്താണ് കർത്താവേ എന്ന് വിളിക്കാൻ കാരണം? എന്താണ് ശൗലിൻ്റെ നാവിൽ കർത്താവ് എന്ന വാക്ക് വരാൻ കാരണം? ശൗല് വിശ്വസിക്കുന്ന യഹോവയായ ദൈവത്തെയാണ്. കാരണമുണ്ട്. പ്രിയപ്പെട്ടവർ, അതിനു മുമ്പ് സ്തെഫാനോസിനെ കൊല്ലുമ്പോൾ, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ, മരിക്കുന്നതായ സമയത്ത് സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവരുടെ പാപം നിർത്തരുതേ. അന്ന് സ്തെഫാനോസ് വിളിച്ച കർത്താവ് ആ ഒരൊറ്റ വാക്ക് ശൗലിന്റെ ഹൃദയത്തിൽ ആഞ്ഞ് തറച്ചു. പ്രിയപ്പെട്ടവർ, ദൈവവചനം ഏറെയൊന്നും വേണ്ട. മനുഷ്യൻ്റെ ഹൃദയത്തെ കീറി മുറിക്കാൻ ഒരു വചനം മതി, ഒരു വാക്ക് മതി. ആ കർത്താവേ എന്ന വിളി ഹൃദയത്തിൽ തറഞ്ഞു നിന്നു.
അതാണ് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ കണ്ണുകാഴ്ചയില്ലാതെ കിടക്കുന്ന ശൗൽ തിരിച്ചു ചോദിക്കുന്നത്, നീ ആരാകുന്ന കർത്താവേ? സ്തോത്രം. എന്താണെന്ന് ചോദിക്കാൻ കാരണമെന്നറിയാമോ? സ്തേഫാനോസ് കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് മരിക്കുമ്പോൾ കല്ലേറുകൊണ്ട് ശരീരം ഉടഞ്ഞ് തകർന്ന് അസ്ഥികൾ തകർന്ന് രക്തം വാർന്നൊഴുകി മരിക്കുന്ന സമയത്ത് സ്തേഫാനോസിൻ്റെ മുഖത്തെ പ്രത്യാശ, പരിശുദ്ധാത്മ നിറവ് നിൽക്കുന്ന സ്തേഫാനോസിനെ ശൗൽ കണ്ടു. അവൻ്റെ വായിൽ നിന്ന് കർത്താവേ എന്ന് വരുന്നു. ശൗൽ ചിന്തിച്ചു, ഞാൻ വിശ്വസിക്കുന്ന യഹോവയെ ദൈവമല്ലാതെ വേറെ കർത്താവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവൻ പറയുന്ന ഈ കർത്താവ് ആരാണ്? ഇനി ഇവൻ വിളിക്കുന്ന കർത്താവാണോ സാക്ഷാൽ കർത്താവ്? മൗനമായി ശൗൽ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്, വേദോസ്തരില്ല. ഇവൻ പ്രാർത്ഥിച്ച കർത്താവാണ് സാക്ഷാൽ കർത്താവെങ്കിൽ നീ എനിക്ക് വെളിപ്പെട്ട് വരണമേ എന്ന് ശൗൽ പ്രാർത്ഥിച്ചു എന്നാണ് പാരമ്പര്യം പറയുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ശൗൽ ചോദിച്ചു, നീ ആരാകുന്ന കർത്താവേ? മറുപടി, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. അത് ശൗലിന് മാത്രമുള്ള മറുപടിയാണോ? വിശ്വാസികളുടെ സമൂഹമേ, കർത്താവ് പറഞ്ഞതായ മറുപടി ശൗലിന് വേണ്ടി മാത്രമുള്ളതാണോ? ഇന്ന് കർത്താവിനെ ഉപദ്രവിക്കുന്ന വിശ്വാസികളുടെ സമൂഹമാണോ എന്നുള്ളത്? പാപം ചെയ്യുന്നവൻ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നു. വേദോസത്തിലെ യഹൂദൻ ഒരു പ്രാവശ്യം യേശുവിനെ ക്രൂശിച്ചുള്ളൂ. ക്രിസ്ത്യാനി ഇനി പാപം ചെയ്യുമ്പോഴെല്ലാം യേശുവിനെ ക്രൂശിക്കുകയാണെന്ന് അറിയാമോ? എബ്രായലേഖനം വളരെ വ്യക്തമായി പറയുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. ആള് മാറി. ആ ദമസ്കോസിൻ്റെ പടിവാതിലൊക്കെ ചാള് മാറി. ആ അപ്പോസ്തലനായ പൗലോസ് പറയും, കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുറത്താക്കപ്പെടുന്നു. ഇതാണ് വിശ്വാസ ജീവിതം. അത് ഒരു സെക്കൻഡ് കൊണ്ട് ലഭിക്കേണ്ടതാണ്. അത് ശൗലിന് ഒരു സെക്കൻഡ് കൊണ്ട് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, അതെനിക്കും നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. ഇതുവരെ നിങ്ങൾ കിട്ടിയിട്ടില്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കാം. ശൗലിനെ പൗലോസാക്കി മാറ്റിയ കർത്താവേ, ഇന്നത് എൻ്റെ ദിവസമാക്കി തീർക്കണമേ, എന്നെ പുതിയ സൃഷ്ടിയാക്കണമേ. അതിനെന്താണ് വേണ്ടത്? ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. സ്തോത്രം. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാരെ ചേർത്തിരുത്തിക്കൊണ്ട് അവരോട് പറഞ്ഞത് അവസാന പ്രസംഗം. യോഹന്നാൻ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ. 15-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ കർത്താവ് പറയും, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. വലിയൊരു മർമ്മമാണത്. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ദൈവവേദിലേ, നിന്റെ ഹൃദയം ഇപ്പോൾ തുറക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുവിലാവ് കർത്താവ് ക്രൂശിക്കപ്പെടുന്ന സമയത്ത് റോമൻ ഭടൻ കുന്തത്താൽ കുത്തി തുറന്നു. 4000 വർഷങ്ങൾക്ക് മുൻപ് ആദാമിന് മണവാട്ടിയെ കൊടുക്കുവാൻ ആദാമിൻ്റെ ഇടത്ത് നെഞ്ച് തുറന്നവിടുന്നൊരു വാലിയെടുത്തവൻ, സ്ത്രീയെ കൊടുത്തവൻ, ഭാര്യയെ കൊടുത്തവൻ, അവൻ്റെ തിരുവിലാവ് 4000 വർഷങ്ങൾക്ക് ശേഷം ഗോകുൽത്തായിലെ മരക്കുരിശിൽ തുറന്നു. എന്തിന്? മണവാട്ടി സഭയുടെ പ്രോദ്ഘാടനം അന്ന് നടന്നു. അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാകാം, മണവാട്ടി സഭയിലെ അംഗമാകാം. ആരവൻ്റെ വാഗ്ദത്തമാണ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഇന്നും അവൻ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നെ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുമില്ല. എന്നെ നീ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ, നീ എന്നെ നിൻ്റെ അകത്താക്കിയാൽ നിനക്ക് വിശക്കുകയില്ല, നിനക്കൊരു നാളും ദാഹിക്കുമില്ല. പാപത്തിന് വേണ്ടി നിനക്ക് വിശപ്പുണ്ടാകുകയില്ല, ഒരു നാളും നിനക്ക് ദാഹിക്കുമില്ല. ഈ ലോകത്തിൻ്റെ വെള്ളം കുടിക്കാനുള്ള ദാഹം നിനക്ക് ഉണ്ടാവുകയില്ല, അത് മാറിപ്പോകും. അവൻ പുതിയ സൃഷ്ടിയായി തീരും. ഒരുത്തൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയാണ്. വേറെ ഒരു മാർഗവുമില്ല. നീ പള്ളി പണിത് കൊടുത്താലും, പെരുന്നാളേറ്റ് നടത്തിയാലും, 10,000 പുണ്യസ്ഥലങ്ങളിലേക്ക് പോയാലും, ഏതെല്ലാം മല കയറിയാലും പുതിയ സൃഷ്ടിയാവുകയില്ല. നിന്റെ ആളത്വം മാറുകയില്ല.
നിങ്ങൾ ഇതുവരെയായിട്ട് പഠിച്ചില്ലേ? നിങ്ങൾക്ക് അനുഭവങ്ങളില്ലേ? സ്തോത്രം. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾ ക്രിസ്തുവിൻ്റെ തുറന്ന തിരുവിലാവിനുള്ളിലേക്ക് കടന്നാൽ, നിങ്ങളുടെ ഹൃദയം അവനോട് തുറന്നാൽ അവൻ ആ തിരുവിലാവിനുള്ളിൽ വരും. കർത്താവ് നിങ്ങളിലും നിങ്ങൾ കർത്താവിലും വസിക്കുന്ന ശ്രേഷ്ഠമേറിയ അനുഭവം. ഇതത്രേ മണവാളനും മണവാട്ടിയും ഒന്നായിത്തീരുന്ന അനുഭവം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ശ്രേഷ്ഠമേറിയ അനുഭവത്തിന് വേണ്ടി കർത്താവ് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. അവൻ ഇന്ന് ദാഹത്തോടെ നിൽക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാരോട് ഇപ്രകാരം പറഞ്ഞു. 14:16, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്? സ്തോത്രം. അതിന് തൊട്ടു മുൻപുള്ള വാക്യം 15-ാമത്തെ വാക്യം കൂടെ നമുക്ക് ചേർത്ത് വായിക്കാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ ശ്രദ്ധിക്കണമേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം അനുസരിക്കും. ദൈവത്തോട് സ്നേഹമുണ്ടോ? എനിക്ക് പാപം ചെയ്യരുതെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല എന്ന് പറയുന്ന സഹോദര സഹോദരി, നിന്റെ ഹൃദയത്തിൽ പാപത്തോട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് പാപം തന്നെ വിട്ടുമാറാത്തത്. പാപത്തെ സ്നേഹിക്കുന്ന നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല. നിനക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയില്ല. വളരെ വ്യക്തമാണ്. എന്നെ സ്നേഹിക്കുന്നതിൻ്റെ വചനം പ്രമാണിക്കും. ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങാമോ? ദൈവത്തെ സ്നേഹിച്ചാൽ നീ പാപത്തെ ഓർക്കും. സ്തോത്രം. വളരെ ക്ലിയറാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം വളരെ കൃത്യമായി യാക്കോബ് പറയുന്നുണ്ട്, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോവും. വളരെ വ്യക്തമാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല എന്ന് പറയുന്ന സഹോദര സഹോദരി, നീ ഇന്നുവരെ ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ പാപം ക്ഷമിച്ചു തരണമേ എന്ന് നീ പുറമേ പ്രാർത്ഥിക്കുമ്പോഴും നിന്റെ അകത്ത് നീ ആ പാപത്തെ താലോലിക്കുകയല്ലേ? ആ പാപത്തോടെ ഊറിയ രസം നിനക്കിരിക്കുകയല്ലേ? അതിനെ വെറുത്തുപേക്ഷിച്ചിട്ടില്ലല്ലോ. എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം പ്രമാണിക്കും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. ഈ ആത്മാവിനെ പ്രാപിക്കണമോ? ജീവിതം നിങ്ങൾക്ക് വേണമോ? ക്രിസ്തുവിന് മണവാട്ടി സഭയിൽ നിങ്ങൾക്ക് ആകണമോ? ജീവൻ്റെ ഉറവയായി തലമുറയിൽ നിൽക്കണമോ? നിനക്ക് തലമുറകൾക്കും ജീവൻ്റെ ഉറവയിൽ നിന്ന് കുടിക്കാൻ കൊടുക്കുന്ന ജീവൻ ഇതുറവയായി നിന്നെ നിർത്തും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അവൻ വാക്ക് മാറാത്തവനാണ്. നിൽക്കാമോ? പാപത്തോടെ യാത്ര പറയുക, പാപത്തോടെ യാത്ര പറയുക. ശമരിയാക്കാരി സ്ത്രീ, അവൾക്ക് കർത്താവ് ജീവിത ഉറവയിൽ നിന്ന് കുടിക്കാൻ കൊടുത്തു. മനുഷ്യൻ കാണുന്ന ഒരു വെള്ളവുമല്ല കൊടുത്തത്, അത് ജീവൻ്റെ വചനമാണ്. ആ വചനം കേട്ടതേ ഉള്ളൂ. അവൾ കുടം താഴെ വെച്ചു. അവൾക്കിനി ഈ ലോകത്തിൻ്റെ വെള്ളം വേണ്ട. അവളുടെ ഉള്ളിൽ ജീവജലം നിറഞ്ഞു കഴിഞ്ഞു. അവൾ ശമരിയ ദേശത്തേക്ക് ഓടി. 5 ഭർത്താക്കന്മാരുമായി ജീവിച്ചിട്ട് ഇപ്പോൾ 6-മതൊരുവന് ഭർത്താവ് പോലുമല്ലാത്തവനോടുകൂടെ ജീവിക്കുന്ന ദുർസാക്ഷ്യമുള്ള ആ സ്ത്രീയെ അവൾ സ്വന്തം ദേശത്ത് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു പുരുഷനെ വന്ന് കാണുമ്പീൻ, പക്ഷേ അവൻ ക്രിസ്തുവായിരിക്കും. അവരെല്ലാവരും അവർ വിശ്വസിച്ചു. എന്താണ് കാരണം? അവളുടെ ഉള്ളിൽ ജീവജല ഉറവയുണ്ട്. സഹോദര, നിന്റെ മക്കളിനെ അനുസരിക്കും. നിന്റെ ഭർത്താവിന് മദ്യപാനം മാറും. നിന്റെ ഭാര്യയുടെ കലഹസ്വഭാവം മാറും. നിന്റെ കുടുംബം ഐശ്വര്യമാകും. നീ മക്കളും കൊച്ചുമക്കളുമായി ഒന്നിച്ച് മുഴങ്കാൽ മടക്കിക്കൊണ്ട് പ്രാർത്ഥിക്കും. അവിടെ സ്തുതി ഉയരും. അവിടെ ആത്മാവ് ഇറങ്ങി വരും. ദൈവിക അനുഗ്രഹങ്ങൾ അതിൻ്റെ ഭവനം നിറയും. സമാധാനത്താൽ അതിൻ്റെ ഹൃദയം നിറയും. സത്യമാണ്. ഒരു ജീവനിതുറവയായിട്ട് നിൽക്കാമോ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ശമരിയാക്കാരി സ്ത്രീ, ഒരു പ്രത്യേകതയുമില്ലാത്ത ആ സ്ത്രീ കർത്താവ് ആ ശമരിയ കിണറ്റിൻകരയിൽ തന്നെ കാത്തിരിക്കുകയാണ്. അവൾ വരുന്നവളുടെ പിന്നാലെ വലിയൊരു സമൂഹം. അവൾ പറഞ്ഞതായ ആ ഒരു വാക്ക് വിശ്വസിച്ച് അവളുടെ പിന്നാലെ വരുന്ന വലിയൊരു സമൂഹം. ശമരിയാക്കാർ, ദൈവവചനം കേൾക്കാത്തവർ,
യഹൂദരുമായി സംസർഗമില്ലാത്തവർ, അവഗണിക്കപ്പെട്ട വിഭാഗം അവർ വരുന്നു. അവരെ യേശുവിനെ പറഞ്ഞു, ഞങ്ങളോട് ഒന്ന് ഒരു ദിവസം പാർക്കാമോ? ഞങ്ങളോട് ഒന്ന് പാർക്കാമോ? 2 നാൾ കർത്താവരോട് പാർത്തു. സ്തോത്രം. ദൈവം ഇതിലേ അനേകർ അവൻ്റെ വചനം കേട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന വേദത്തിൽ വായിക്കുന്നു. ഇപ്പം നിനക്ക് കർത്താവെന്ന് പറയാമോ? കർത്താവേ, നേരം വൈകി അസ്തമിക്കാറായി, നേരം വൈകി അസ്തമിക്കാറായി. ഈ ഹൃദയത്തിൽ ഒന്ന് വസിക്കാമോ? ഈ കാലങ്ങളെല്ലാം പാപത്തിൽ കഴിച്ചുപോയി. കർത്താവെ, അവശേഷിക്കുന്ന ആളുകൾ നിന്നോടുകൂടെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കാമോ? ഹൃദയത്തിലേക്കൊന്ന് വരാമോ? 2 നാളല്ല, ആയുഷ്കാലം മുഴുവൻ നിന്നോട് വസിക്കാൻ ദൈവം നിന്നെ സഹായിക്കും. സ്തോത്രം. മാത്രമല്ല പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ നിന്നെ മധ്യാകാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടെ കാണും. സ്തോത്രം. എന്ന് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്, ഇന്നെൻ്റെ ഹൃദയത്തോട് വാരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് നിന്നെയും കൊണ്ടാണ് മധ്യാകാശത്തിലേക്ക് ചെല്ലുന്നത്. സംശയിക്കേണ്ട. സ്വർഗത്തിൽ നിന്ന് വന്നവൻ, സ്വർഗത്തിലേക്ക് പോകാൻ വഴി അറിയാവുന്നവൻ, നിന്റെ നേർപാറയിൽ നടത്താൻ കഴിയുന്നവൻ, അവൻ നിന്നെ കൂട്ടിക്കൊണ്ടു. നിന്നെ മാത്രമല്ല, നിന്റെ പ്രിയപ്പെട്ടവരെയും, നീ മൂലം വീണ്ടെടുക്കപ്പെട്ട ആത്മാക്കളെയും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് ഭാഗ്യം, അതാണ് മഹാഭാഗ്യം. നിങ്ങൾക്ക് ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിച്ചെൻ്റെ വചനമനുസരിക്കുന്നുവെങ്കിൽ. സ്തോത്രം. ദൈവത്തില് പാപത്തോട് വെറുപ്പ് വരാൻ വേറെ ഒന്നും ചെയ്യണ്ട. അതിന് വേറെ ഒരു മന്ത്രവിദ്യയും വേണ്ട. ഞാൻ ദൈവത്തെ സ്നേഹിക്കുമെന്ന് തീരുമാനിച്ചാൽ മതി. ആരെയും വില്ലിങ്? നിനക്ക് മനസ്സാണോ? കർത്താവിൻ്റെ ഒരു ഏറ്റെടുത്തു. അതിൻ്റെ സകല അലയടികൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണാം, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഇനി സംഭവിക്കാതിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം കാണുന്ന വെളിപ്പാട് 4-ാം അധ്യായം 1-ാം വാക്യം. സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. സഭ അവിടെയുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാന കാര്യം, കർത്താവിനോട് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ആളുകൾ കർത്താവ് കൂട്ടിക്കൊണ്ടുപോകും, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഇന്ന് നീ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ, ഇന്ന് നിന്റെ പാപത്തോടെ നീ യാത്ര പറയുന്നില്ല എങ്കിൽ, ഒരുങ്ങിയ ദൈവമക്കളെ കൊണ്ട് പരിശുദ്ധാത്മാവ് പോകും. ഇവിടെ അന്ത്യക്രിസ്തു വെളിപ്പെട്ട് വരും. പൗലോസ് പറഞ്ഞു, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് വാങ്ങിപ്പോവുക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. അധർമ്മമൂർത്തിയായ എതിർ ക്രിസ്തുവിൻ്റെ മഹാപീഡനകാലം ഈ ഭൂമിയിലുണ്ടാകും. ദൈവമക്കൾ സ്വർഗത്തിൽ, സ്തോത്രം, പരിശുദ്ധാത്മാവ് ദൈവം അവരെ മണവാട്ടിയായി അണിയിച്ചൊരുക്കുമ്പോൾ, 7 വർഷക്കാലം വരെ അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, മാനസാന്തരപ്പെടാത്തവരെ ഈ ഭൂമിയിൽ എതിർ ക്രിസ്തുവിൻ്റെ മഹാപീഡനകാലം, അവൻ്റെ മുദ്ര നിന്റെ മേൽ തരും. മുദ്രയേറ്റെങ്കിൽ നിന്നെ അവൻ കൊല്ലും. മഹാപീഡനകാലം. ഏതാണ് ഭേദം? ഏതാണ് നല്ലത്? അന്ത്യനായ ഒരു ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് 2ാമത്തെ വരവിൽ നീ പറക്കുന്നില്ല എങ്കിൽ നിനക്ക് വേണ്ടി ഒരു അന്ത്യനായ വരികയേ ഉള്ളൂ. അത് ശിക്ഷാവരിയാണ്. ആ ശിക്ഷാവരി നാളിൽ തൻ്റെ ന്യായാസനത്തിന് മുൻപാകെ കർത്താവ് എല്ലാവരെയും കൂട്ടിവരുത്തും. രക്ഷിക്കപ്പെട്ടവർ അടുത്ത ഭാഗത്ത് നിൽക്കും, രക്ഷിക്കപ്പെടാത്തവരെല്ലാം ഇടത്ത ഭാഗത്ത് നിൽക്കും. എൻ്റെ വലത്ത് ഭാഗത്തുള്ളവർ പറയും, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വലത്ത് ഭാഗത്ത് നിൽക്കുന്നവരോട് കർത്താവ് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. സഹോദര സഹോദരി, നിനക്ക് വേണ്ടി ലോകസ്ഥാപനത്തിന് മുൻപേ ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യമുണ്ട്. സ്തോത്രം. അവ നിന്റെ പ്രവൃത്തികൾ കണ്ടിട്ടൊന്നുമല്ല, നിന്റെ നന്മപ്രവർത്തികൾ കണ്ടിട്ടുമൊന്നുമല്ല. നീ ജനിക്കുന്നതിന് മുൻപേ, നീ ഉണ്ടാകുന്നതിന് മുൻപേ, ലോകസ്ഥാപനത്തിന് മുൻപേ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കണമെന്നില്ല. ദൈവം ഇതിലേ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ് ആ സ്വർഗം. ആ സ്വർഗത്തിൽ നിന്ന് എത്താൻ വേണ്ടി ദൈവം അധ്വാനിക്കുകയാണ്. അവൻ്റെ അധ്വാനത്തിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്.
അവൻ്റെ കരച്ചിലിൻ്റെ സ്വരമാണ് നിൻ്റെ ഹൃദയത്തിൻ്റെ വാരക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹൃദയം തുറക്കാമോ? അവന് ആ ജീവിതം കൊടുക്കാമോ? ഒരു വിശുദ്ധ ജീവിതം നിനക്ക് ആഗ്രഹിക്കാമോ? പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാനിവിടെ ഒരുങ്ങുന്നില്ല എങ്കിൽ ഇടത്ത് ഭാഗത്തുള്ളവരോട് കർത്താവ് പറയുന്നൊരു ശബ്ദം കേൾക്കും. ശപിക്കപ്പെട്ടവരെ, പിശാചിന് അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകും. സ്തോത്രം. പിശാചിന് അവൻ്റെ ദൂതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് നിത്യനരകം. ഒരു മനുഷ്യന് വേണ്ടിയുമല്ല. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു എല്ലാം നിവർത്തിച്ചു കഴിഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുൻപ് ഗോകുൽത്തായിലെ മരക്കുരിശിന്മേൽ കർത്താവെല്ലാം നിവർത്തിച്ചു കഴിഞ്ഞു. വിശ്വാസത്താൽ നിനക്കതിപ്പോൾ സ്വീകരിച്ചാൽ ആ രക്ഷയുടെ സന്തോഷം നിനക്ക് അനുഭവിക്കാം. ഇല്ലെങ്കിൽ, പാപത്തെ ഉപേക്ഷിക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് നീ പോകേണ്ടി വരും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കറിയാൻ പാടില്ല. ഗന്ധകം കത്തുന്ന തീപ്പൊയ്യ. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇതാ ആ ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിലേക്ക് മനുഷ്യൻ വീഴും. അവനെ എടുത്ത് കയറ്റുമെന്നല്ല പറഞ്ഞവൻ, വീഴുമെന്നാണ് പറഞ്ഞത്. അത് അകാലത്തിലാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവർ, അവിടെ ഞാൻ ചിന്തിച്ചു, ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക, ആ തീപ്പൊയ്കയിലേക്ക് മനുഷ്യൻ വീണാൽ മനുഷ്യ ശരീരം അങ്ങ് കത്തി ഉരുകി ഒഴുകി അങ്ങ് പോവില്ലേ? അതിനാണ് ഞാൻ പുസ്തകത്തിൽ വായിച്ചത്. എങ്ങനെയാണ് ഗന്ധകം കത്തുന്നത്? അവൻ്റെ ശരീരം അങ്ങനെ തന്നെ പിടിച്ചു നിർത്തും, അത് ഉരുകി ഒഴുകി പോവുകയില്ല. ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക, നിന്റെ ശരീരം അങ്ങനെ തന്നെ നിന്ന് കത്തിക്കൊണ്ടിരിക്കും. എത്ര നാൾ? നിത്യത മുഴുവൻ. സഹോദര, അതാണോ നിനക്ക് വേണ്ടത്? സഹോദരി, അതാണോ നിനക്ക് വേണ്ടത്? അതാണോ നിനക്ക് നിൻ്റെ സന്തതികൾക്കും വേണ്ടത്? തീരുമാനിക്കാം. ശപിക്കപ്പെട്ടവരെ, പിശാചിനും ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും. പ്രിയപ്പെട്ടവരെ, അനേക വർഷങ്ങൾക്ക് മുൻപ് ഞാൻ രാജ്യത്തിൻ്റെ പേര് മറന്നുപോയി. ഒരു അഗ്നിപർവ്വതം പൊട്ടി. അവിടെ നിന്ന് തിളയ്ക്കുന്ന ലാവ ഒഴുകുമെന്ന്. ഇരുമ്പിനെ ഉരുക്കുന്നതായ അത്രമാത്രം ചൂടുള്ളതായ ലാവ. ആ ലാവ ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടുന്നത്. ആ ലാവയിൽ ഓടി നടക്കുന്ന പുഴുക്കൾ. അതുവരെയും ചാകാത്ത പുഴുവും കടാത്ത തീയുമുള്ള നരകമെന്ന് പറയുന്നത് ആ ആലങ്കാരികമായ ഭാഷയാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പോലും കരുതിയിരുന്നത്. എന്നാൽ അന്നവർക്ക് മനസ്സിലായി, ഇരുമ്പിനെ ഉരുക്കുന്നതായ ആ ലാവയിൽ ജീവനോടെ ഓടി നടക്കുന്ന പുഴുക്കളുണ്ട്. സ്തോത്രം. ചാകാത്ത പുഴുവും കടാത്ത തീയുമുള്ള നരകം. സത്യമാണ് പ്രിയപ്പെട്ടവരെ, ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടേക്ക് പോകണമോ സഹോദര? അവിടെ പോയി തീരണമോ? അവിടെ തീരുമോ? നിത്യത മുഴുവൻ അവിടെ കഴിക്കണ്ടേ? പാതാളത്തിൽ യാതൊരു അനുഭവിക്കുന്ന ധനവാൻ പറഞ്ഞു, ഒരു തുള്ളി വെള്ളം ലാസറിൻ്റെ വിരൽ കൊണ്ട് മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കാൻ അയക്കണമേ. പ്രിയപ്പെട്ടവരെ, പാതാളത്തിൻ്റെ സ്ഥിതി അതാണെങ്കിൽ അതിനേക്കാൾ 10,000 മടങ്ങ് തീവ്രമായ നരകത്തിൽ നിത്യത മുഴുവൻ കഴിക്കണ്ടേ? അതോ ഇത് ഊഹാപോഹങ്ങളാണോ? ഇത് വെറും കഥയാണോ? അല്ലല്ലോ പ്രിയപ്പെട്ടവർ, സത്യമല്ലേ? സ്തോത്രം. നീ മാത്രമല്ല, അതിന് തലമുറകളും പോവും. നമുക്ക് തിരിയാം. നോക്കത്താണ്ടൊരു വാക്ക് പറയാം. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. ഇനി ദൈവം എന്നെ സ്നേഹിക്കുമോ? നീ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? നീ എനിക്കൊരു പുതിയ ജീവിതം കിട്ടുമോ? നീ എൻ്റെ ജീവിതത്തിൽ ഒരു പുതുനാമ്പ് കിളിർക്കുമോ? എനിക്കൊരു ജയജീവിതം കിട്ടുമോ? സംശയിക്കുന്ന ആരും ഇവിടെ ഇരിക്കുന്നുണ്ടോ? സഹോദര, കൃപയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഇത് കൃപായുഗമാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും കൃപായുഗമാണ്. കൃപയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ആർക്കും പ്രവേശിക്കാം. കർത്താവ് പാപിയാണ് വിളിക്കുന്നത്. ഏത് പാപിയുണ്ട്? പാപബോധമുള്ളവരാരെല്ലാം ഉണ്ട്. ഇപ്പോൾ കർത്താവിൻ്റെ അരികിലേക്ക് വരാൻ ആർക്കെല്ലാം മനസ്സുണ്ട്? കർത്താവെ, ഞാനൊരു പാപിയെ സംഭരിക്കുന്നു, ആർക്കെല്ലാം പറയാനുണ്ട്? അത് മാത്രം നീ പറഞ്ഞാൽ മതി, വേറൊന്നും നീ പറയണ്ട. സ്തോത്രം. എനിക്ക് തീരുമാനമുണ്ടോ? ഞാൻ പാപത്തെ വെറുക്കുന്നു. ഇനി ഞാൻ പാപത്തെ സ്നേഹിക്കുകയില്ല. മനസ്സറിഞ്ഞ് ഞാൻ ഒരു പാപത്തിലേക്ക് പോവുകയില്ല. ആ വാക്കിപ്പോൾ കർത്താവോട് പറയാമോ?
ആ ഒരു വാക്കിനൊക്കെ പറയാമോ? വേറൊന്നും വേണ്ട. നീ എത്ര കുടുംബാവിയാണെങ്കിലും ശരി, നീ എത്ര കുടുക്കിൽപ്പെട്ടയാളാണെങ്കിലും ശരി, എത്ര കടുങ്കെട്ടുന്ന ജീവിതത്തിൽ வாழ்ന്നതാണെങ്കിലും ശരി, കർത്താവോട് പറയാമോ? കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്നു. ആ രക്തം നിന്നെ ഇന്നോട് വിളിക്കുന്നു. ഹാവേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം, ആ രക്തം നിന്നെ വിളിക്കുന്നു. നിന്നെ ഓമനപ്പേരിൽ വിളിക്കുന്നു, പാപിയെ വിളിക്കുന്നു. ഏത് പാപിക്കും ഓടി വരാം. പാപത്തിന് മോചനം ക്രൂശിൻ ചുവട്ടിലുണ്ട്. യേശുവിൻ്റെ തിരുരക്തത്താൽ എല്ലാത്തിനും വീണ്ടെടുപ്പുണ്ട്. സ്തോത്രം. തീരുമാനിക്കാമോ? പാപത്തോടെ നന്നേക്കുമായാത്ത് പറഞ്ഞുകൊണ്ട് ഇനി മനസ്സറിഞ്ഞൊരു പാപൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്ന് കർത്താവിനോട് വാക്ക് പറയാൻ ആർക്കെല്ലാം ആഗ്രഹമുണ്ട് അവർക്ക് അവരുടെ പുസ്തകങ്ങളെ അടയ്ക്കാം, കണ്ണുകളെ അടയ്ക്കാം, അവരുടെ ഹൃദയങ്ങളെ തുറക്കാം, ജീവിതം കർത്താവിന് കൊടുക്കാം. കർത്താവിൻ്റെ ഒരു വാക്ക് പറയാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ അലയടിച്ചുകൊണ്ടിരുന്നു. ആ സ്നേഹത്തെ ഞങ്ങൾ അറിയുന്ന കർത്താവേ, ഞങ്ങൾ ഇതുവരെയും പാപത്തെ സ്നേഹിച്ചവരാണ്, പാപത്തിന് മുട്ടൂറ്റി കുടിച്ചവരാണ്, എൻ്റെ ശിക്ഷയെക്കുറിച്ച് ബോധമില്ലാതെ ജീവിച്ചവരാണ്, നിന്നെ ഭയപ്പെടാതെ ഞങ്ങൾ ജീവിച്ചവരാണ്. എന്നാൽ ഈ ജീവിതം ഇപ്പോൾ നിൻ്റെ തൃപ്പാദത്തിലേക്ക് ഇടാൻ എനിക്ക് മനസ്സാണ് കർത്താവേ. ഞാനിത് മടങ്ങി വരുന്നു. പുടിയൻ പുത്രനെ പോലെ മടങ്ങി വരുന്നു. പന്നികളുടെ ഇടയിൽ ഞാൻ മടങ്ങി വരുന്നു. കീറി നാറിയവനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി, ഒന്നുമില്ലാത്തവനായി, മാമോദിസയുടെ ജയകരമായ ശ്രീഭായുള്ള രക്ഷയെ നഷ്ടപ്പെടുത്തിയവനായി, ശത്രുവിൻ്റെ അടിമയായി കർത്താവെ, ഞാനിത് അതിൻ്റെ അരികിലേക്ക് വരുന്നു. നീ എന്നെ സ്വീകരിക്കുമോ? അപ്പാ, സ്വർഗത്തോടെ നിന്നോട് ഞാൻ പാപം ചെയ്തു. നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. നിൻ്റെ ഭവനത്തിൽ ഒരു കൂലിക്കാരനെ പോലെ എന്നെ കൈക്കൊള്ളാമോ? സ്തോത്രം. ആര് പ്രാർത്ഥിക്കുന്നുണ്ട്? സ്തോത്രം. ദൈവവേദിലേ, നിനക്ക് വേണ്ടി പുത്രത്വത്തിൻ്റെ മോതിരം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. നിന്നെ പുത്രനായിട്ടല്ലാതെ ഞാൻ കാണുകയില്ല. വിശേഷം നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് നിനക്ക് തിരികെ തരും. പുത്രത്വത്തിൻ്റെ മോതിരം നിനക്ക് തിരികെ തരും. സുവിശേഷത്തിൻ്റെ ചെരുപ്പ് നിനക്ക് തിരികെ തരും. നിന്നെ ദൈവം തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കും. നിനക്കൊരു പുതിയ ജീവിതം തരും. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി, ഇതെല്ലാം പൂതാക്കപ്പെടുന്നു. ഒരു പുതിയ സൃഷ്ടിയായി നിനക്ക് ജീവിക്കാം. സ്നേഹമുള്ള പിതാവേ, തൃക്കരം ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. ആളാം പ്രതി അനുഗ്രഹിക്കണമേ. എല്ലാവരെയും കൃപയിൽ പൊരിയണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. മാനവും മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.